Hello all, welcome to this academy. റീസെന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് ഡി എക്സാമുകൾ ഇതുവരെയുള്ള ഷിഫ്റ്റുകൾ ഓഗസ്റ്റ് 3 മുതൽ ഓഗസ്റ്റ് 6 വരെ നടന്ന ഷിഫ്റ്റുകൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. GK സെക്ഷനിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഏത് ഏരിയയിൽ നിന്നാണ് ചോദിക്കുന്നത്, ഇനിയുള്ള ഷിഫ്റ്റുകളിൽ നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും, ഏതൊക്കെ ഏരിയാസ് ആണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രീവിയസ്ലി നടന്ന ഷിഫ്റ്റുകൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ ഇനി എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസും ആണ് ഈ ഒരു സീരീസിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പോൾ ഒട്ടും നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, Prime Minister Narendra Modi was conferred with the Royal Order of Polar Star, the highest honor awarded to a head of government by which country? റീസെന്റ് ആയിട്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദിക്ക് കൊടുത്തിട്ടുള്ള ഒരു ഓണർ ആണ് റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ. ഈ ഒരു അവാർഡ് കൊടുത്തത് ഏത് രാജ്യമാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ നോർവേ, ഓപ്ഷൻ ബി ഡെൻമാർക്ക്, ഓപ്ഷൻ സി സ്വീഡൻ ആൻഡ് ഓപ്ഷൻ ഡി സ്വിറ്റ്സർലാൻഡ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ സി സ്വീഡൻ. അപ്പൊ സ്വീഡൻ റീസെന്റ് ആയിട്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദിക്ക് അവാർഡ് ചെയ്ത ഓണർ ആണത് റോയൽ ഓർഡർ ഓഫ് പോളാർ സ്റ്റാർ. റോയൽ ഓർഡർ ഓഫ് പോളാർ സ്റ്റാർ എന്ന് പറയുന്നത് സ്വീഡന്റെ ഹയസ്റ്റ് ഓണർ ആണ്. അതാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി റിസീവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റീസെന്റ് ആയിട്ടുള്ള ഷിഫ്റ്റുകൾ നിങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി ഏതൊക്കെ ഫോറിൻ കൺട്രീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റീസെന്റ് ആയിട്ട്, അതായത് ലാസ്റ്റ് ഒരു ജനുവരി 2026 മുതൽ ജൂലൈ 2026 വരെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി ഏതൊക്കെ കൺട്രീസ് വിസിറ്റ് ചെയ്തു, അവിടെ നിന്ന് എന്തെങ്കിലും ഇന്റർനാഷണൽ ഓണേഴ്സ് കിട്ടിയിട്ടുണ്ടോ, ഈ കാര്യം ചെയ്യാം എക്സാമിന് ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില ഓണേഴ്സിന്റെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഇപ്പൊ ലാസ്റ്റ് ഒരു 6 മന്ത്സിലായിട്ട്, അതായത് ജനുവരി 2026 മുതൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വിസിറ്റ് ചെയ്തിട്ടുള്ള ഫോറിൻ കൺട്രീസും അവിടെ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഓണേഴ്സും ആണ് ഇനി നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് കൺട്രി എന്ന് പറയുന്നത് ഇസ്രായേൽ ആണ്. ഫെബ്രുവരിയിലാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ഇസ്രായേൽ വിസിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇസ്രായേൽ വിസിറ്റ് ചെയ്തപ്പോ അവിടുത്തെ പാർലമെന്റിന്റെ പേരാണ് നെസറ്റ്. സോ നെസറ്റ് എന്ന് പറയുന്നത് ഇസ്രായേലി പാർലമെന്റിന്റെ പേരാണ്. അപ്പൊ അവിടുത്തെ പാർലമെന്റ് അവിടുത്തെ ഹയസ്റ്റ് പാർലമെന്ററി ഓണർ എന്ത് ചെയ്തു, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് അവാർഡ് ചെയ്തു. അതിന്റെ പേരാണ് സ്പീക്കർ ഓഫ് ദി നെസറ്റ് മെഡൽ. സോ സ്പീക്കർ ഓഫ് ദി നെസറ്റ് മെഡൽ എന്നുള്ളതാണ് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദിക്ക് അവാർഡ് ചെയ്ത ഹയസ്റ്റ് പാർലമെന്ററി ഓണർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ കൺട്രിയാണ് സ്വീഡൻ. ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ, അതിനെ കമാൻഡർ ഗ്രാൻഡ് ക്രോസ് എന്ന് വിളിക്കാറുണ്ട്. സോ കമാൻഡർ ഗ്രാൻഡ് ക്രോസ് അല്ലെങ്കിൽ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ എന്ന് പറയുന്നത് സ്വീഡൻ കൊടുത്തിട്ടുള്ള ഓണർ ആണ്. ആൻഡ് ഇതെന്ന് പറയുന്നത് സ്വീഡന്റെ ഹയസ്റ്റ് ഓണർ ആണ്. അതായത് സ്വീഡൻ വിസിറ്റ് ചെയ്യുന്ന ഗവൺമെന്റ് ഹെഡുകൾക്ക് അല്ലെങ്കിൽ ഫോറിൻ ഡിഗ്നറ്ററീസിന് സ്വീഡൻ കൊടുക്കുന്ന ഹയസ്റ്റ് അവാർഡ് ആണെന്ന് റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ. അത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. മെയിലാണ് എന്ത് ചെയ്തത്, അദ്ദേഹം സ്വീഡൻ വിസിറ്റ് ചെയ്തത്. ദെൻ മൂന്നാമത്തെ കൺട്രി ആണത് നോർവേ. അപ്പൊ നോർവേയിലും മെയിൽ തന്നെയാണ് അദ്ദേഹം വിസിറ്റ് നടത്തിയത്. അപ്പൊ നോർവേ വിസിറ്റ് ചെയ്തപ്പോൾ അവിടുത്തെ കിങ് ആയിട്ടുള്ള കിങ് ഹാരൽഡ് 5 നോർവേ ആയിട്ട് ഇന്ത്യയുടെ റിലേഷൻസ് കൂടുതൽ മെച്ചപ്പെടുത്തിയതിന്റെ പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് അവിടുത്തെ ഹയസ്റ്റ് ഓണർ എന്ത് ചെയ്തിട്ടുണ്ട്, അവാർഡ് ചെയ്തിട്ടുണ്ട്. ആ ഹയസ്റ്റ് ഓണറിന്റെ പേരാണ് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ്. സോ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് എന്ന് പറയുന്ന നോർവേയുടെ കിങ് ആയിട്ടുള്ള കിങ് ഹാരൽഡ് 5 പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് അവാർഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഓണർ ആണ്. ദെൻ അടുത്ത കൺട്രിയാണ് സ്ലോവാക്യ. ജൂണിലാണ് അദ്ദേഹം സ്ലോവാക്യ വിസിറ്റ് ചെയ്തത്. അപ്പൊ സ്ലോവാക്യ വിസിറ്റ് ചെയ്തപ്പോ അവിടെ സ്ലോവാക്യ ഫോറിൻ നാഷണൽസിന്, അതായത് വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് കൊടുക്കുന്ന ഹയസ്റ്റ് സ്റ്റേറ്റ് ഓണർ ആയിട്ടുള്ള ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് എന്ത് ചെയ്തു, അദ്ദേഹത്തിന് അവാർഡ് ചെയ്തു. സോ സ്ലോവാക്യ കൊടുത്തിട്ടുള്ള ഓണർ ആണെന്ന് ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് എന്ന് പറയുന്നത്. ദെൻ അദ്ദേഹം ജൂണിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, സെയ്ഷൽസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. സെയ്ഷൽസ് വിസിറ്റ് ചെയ്തപ്പോൾ അവിടുത്തെ ഗവൺമെന്റ് അദ്ദേഹത്തിന് ഓണർ ചെയ്തത് ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ എന്ന് പറഞ്ഞ അവാർഡ് കൊടുത്തിട്ടാണ്. സോ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ എന്ന് പറഞ്ഞ അവാർഡ് ബ്ലൂ എക്കോണമി, അതായത് ഓഷ്യൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എക്കണോമിക് ആക്ടിവിറ്റീസ്, അതുപോലെ ക്ലൈമറ്റ് റെസിലിയൻസുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ്, ഇതിലെല്ലാം ഇന്ത്യയുടെ പങ്കുകൾ അണ്ടർ നരേന്ദ്രമോദിസ് ലീഡർഷിപ്പ് ഇതിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ള അവാർഡാണ് ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ എന്ന് പറയുന്നത്. ദെൻ അത് കൂടാതെ തന്നെ ചോദിക്കാൻ ചാൻസ് കുറവാണ്, ബട്ട് സ്റ്റിൽ നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. ജൂലൈയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഇന്തോനേഷ്യ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ജൂലൈ മന്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ഇന്തോനേഷ്യ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്തോനേഷ്യ വിസിറ്റ് ചെയ്തപ്പോ അവിടുത്തെ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് അവിടുത്തെ ഹയസ്റ്റ് അവാർഡ് കൊടുത്തിട്ടുണ്ട്. അതാണ് ബിൻതാങ്. സോ അവിടുത്തെ ഹയസ്റ്റ് അവാർഡ്, അതായത് ഇന്തോനേഷ്യയുടെ ഹയസ്റ്റ് അവാർഡാണ് ബിൻതാങ് ആദിപൂർണ. സോ ബിൻതാങ് ആദിപൂർണ
So Bintang Adipurna Republic of Indonesia Award. So Bintang Adipurna Republic of Indonesia Award. So Bintang Adipurna റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ അവാർഡ്. ഇപ്പൊ ജൂലൈയിൽ അദ്ദേഹം ഇന്തോനേഷ്യ വിസിറ്റ് ചെയ്തായിരുന്നു. അദ്ദേഹം ഇന്തോനേഷ്യ വിസിറ്റ് ചെയ്തപ്പോൾ ഇന്തോനേഷ്യൻ ഗവൺമെന്റ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഹയസ്റ്റ് ഓണർ ആണെന്ന് ബിൻതാങ് ആദിപൂർണ റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ. അപ്പൊ ഇത് റീസെന്റ് ആയിട്ട് ജൂലൈയിലാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് കിട്ടുന്നത്. ആൻഡ് ഈ ഒരു അവാർഡോട് കൂടി അതായത് ബിൻതാങ് ആദിപൂർണ റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള 35th ഇന്റർനാഷണൽ ഓണർ ആണ്. സോ 35ാമത്തെ ഇന്റർനാഷണൽ ഓണർ ആണ് ഈ ഒരു ബിൻതാങ് ആദിപൂർണ എന്ന് പറയുന്നത്. അതായത് ഇതുവരെ അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ അദ്ദേഹം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയതിനു ശേഷം അദ്ദേഹത്തിന് കിട്ടുന്ന 35ാമത്തെ ഇന്റർനാഷണൽ ഓണർ ആണെന്ന് ഈ ഒരു ബിൻതാങ് ആദിപൂർണ റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം ഇനിയുള്ള എക്സാംസിനകത്ത് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സുവേന്ദു അധികാരി took oath as the chief minister of which state in May 2026? May 2026 ഏത് സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ടാണ് സുവേന്ദു അധികാരി എന്ത് ചെയ്യുന്നത് അധികാരമേൽക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആസാം, ഓപ്ഷൻ ബി ബീഹാർ, ഓപ്ഷൻ സി ഒഡീഷ ആൻഡ് ഓപ്ഷൻ ഡി വെസ്റ്റ് ബംഗാൾ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓപ്ഷൻ ഡി വെസ്റ്റ് ബംഗാൾ. സോ ഓപ്ഷൻ ഡി വെസ്റ്റ് ബംഗാൾ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അതായത് മെയ് 2026 പല സ്റ്റേറ്റുകളുടെയും യൂണിയൻ ടെറിട്ടറീസിന്റെയും ജനറൽ ഇലക്ഷൻസ് കഴിഞ്ഞിട്ടുള്ള അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള റിസൾട്ട്സ് അനൗൺസ് ചെയ്തായിരുന്നു. ആ ഇലക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ഇലക്ഷൻസിനെ കുറിച്ച് എന്ത് ചെയ്യണം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ഇലക്ഷൻസിന്റെ കേസ് എടുക്കുമ്പോൾ വെസ്റ്റ് ബംഗാളിൽ മെയ് 2026 എന്ത് ചെയ്തിട്ടുണ്ട് വെസ്റ്റ് ബംഗാളിൽ ജനറൽ ഇലക്ഷൻസിന്റെ അസംബ്ലി ഇലക്ഷൻസ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്തായിരുന്നു. അവിടെ BJP ആണ് എന്ത് ചെയ്യുന്നത് ഗവൺമെന്റ് ഫോം ചെയ്യുന്നത്. ആൻഡ് സുവേന്ദു അധികാരിയാണ് എന്ത് ചെയ്യുന്നത് അവിടെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് അധികാരമേൽക്കുന്നത്. സോ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ വെസ്റ്റ് ബംഗാളിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് അധികാരമേൽക്കുന്നത് BJPയുടെ സുവേന്ദു അധികാരിയാണ്. അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിന്റെ കൂട്ടത്തിൽ തന്നെ ഇലക്ഷൻ നടന്ന മറ്റൊരു സ്റ്റേറ്റ് ആണെന്ന് ആസാം. അപ്പൊ ആസാമിലും BJP ലീഡ് ചെയ്യുന്ന NDA ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത് അധികാരത്തിലേക്ക് വരുന്നത്. ആൻഡ് അവിടെ CM ആകുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹിമന്ത ബിശ്വ ശർമ്മ. അപ്പൊ ആസാമിന്റെ CM ആകുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹിമന്ത ബിശ്വ ശർമ്മ. സോ ഹിമന്ത ബിശ്വ ശർമ്മയാണ് എന്ത് ചെയ്യുന്നത് ആസാമിന്റെ CM ആയിട്ട് എന്ത് ചെയ്യുന്നത് അധികാരം ഏറ്റെടുക്കുന്നത്. ദെൻ അത് കൂടാതെ തന്നെ മെയിൽ 2026 മെയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് കേരളത്തിന്റെ ഇലക്ഷൻ റിസൾട്ടും നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടും വന്നിരുന്നു. കേരളത്തില് UDF യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് അതായത് കോൺഗ്രസിന്റെ ലീഡർഷിപ്പിലുള്ള UDF ആണ് എന്ത് ചെയ്യുന്നത് അധികാരത്തിലേക്ക് വരുന്നത്. ആൻഡ് CM ആകുന്നത് ആരാണ് ഇറ്റ് വാസ് VD സതീശൻ. സോ VD സതീശൻ ആണ് എന്ത് ചെയ്യുന്നത് കേരളത്തിൽ CM ആയിട്ട് അധികാരം ഏൽക്കുന്നത്. സോ കേരളത്തിന്റെ CM എന്ന് പറയുന്നത് ഇറ്റ് ഈസ് VD സതീശൻ. അതുപോലെ തന്നെ കേരള കൂടാതെ തന്നെ തമിഴ്നാടിന്റെ ഇലക്ഷനും ഇതേ കൂട്ടത്തിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. ഈ സ്റ്റേറ്റുകളുടെ കൂട്ടത്തിൽ തന്നെ തമിഴ്നാടിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അവിടെ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള തമിഴക വെട്രി കഴകം. സോ തമിഴക വെട്രി കഴകമാണ് എന്ത് ചെയ്യുന്നത് വിൻ ചെയ്യുന്നത്. ആൻഡ് TVK എന്ന് പറയുന്ന ആക്ടർ ആയിട്ടുള്ള വിജയുടെ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ആൻഡ് അവിടെ വിജയ് തന്നെയാണ് അതായത് ജോസഫ് വിജയ് ചന്ദ്രശേഖർ തന്നെയാണ് എന്ത് ചെയ്യുന്നത് അവിടെ അധികാരം ഏറ്റെടുക്കുന്നത്. അപ്പൊ CM ജോസഫ് വിജയ് ചന്ദ്രശേഖർ അല്ലെങ്കിൽ ജോസഫ് ചന്ദ്രശേഖർ വിജയ് ആണെന്ന് തമിഴ്നാടിന്റെ CM. ആൻഡ് പാർട്ടി ഏതാണ് തമിഴക വെട്രി കഴകം. ദെൻ അതുപോലെ തന്നെ പുതുച്ചേരിയുടെ ഇലക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട് നടക്കുന്നുണ്ട്. സോ പുതുച്ചേരി എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറി ആണ്. പക്ഷെ പുതുച്ചേരിയുടെ ഇലക്ഷൻ ഇതിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. അവിടെ NDA BJPയുടെ ലീഡർഷിപ്പിലുള്ള NDA ആണ് ചെയ്യുന്നത് അവിടെ അധികാരം ഏറ്റെടുക്കുന്നത്. ആൻഡ് അവിടെ CM ആയിട്ട് വരുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് N രംഗസ്വാമി. സോ N രംഗസ്വാമിയാണ് എന്ത് ചെയ്യുന്നത് പുതുച്ചേരിയിൽ CM ആയിട്ട് അധികാരം ഏറ്റെടുക്കുന്നത്. ആൻഡ് 5ാമത്തെ തവണയാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം പുതുച്ചേരിയുടെ CM ആകുന്നത്. ഇറ്റ് ഈസ് എ 5th ടൈം 5ാമത്തെ തവണയാണ് എന്ത് ചെയ്യുന്നത് N രംഗസ്വാമി പുതുച്ചേരിയുടെ CM ആയിട്ട് എന്ത് ചെയ്യുന്നത് അധികാരം ഏൽക്കുന്നത്. അപ്പൊ ഇലക്ഷൻ റിസൾട്ട്സ് മെയ് 2026 ഡിക്ലെയർ ചെയ്യപ്പെട്ടുള്ള ഇലക്ഷൻ റിസൾട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇലക്ഷൻ റിസൾട്ട്സ് ഒക്കെ എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് അടുത്തത് കുറച്ച് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. കുറെ ഇൻഡെക്സുകൾ അതായത് നമ്മൾ നോർമലി കാണാത്ത റീസെന്റ് ആയിട്ടുള്ള കുറെ ഇൻഡെക്സുകൾ എന്ത് ചെയ്യുന്നുണ്ട് എക്സാമിന് ചോദിച്ചു കാണുന്നുണ്ട്. അപ്പൊ അതിലൊരു ക്വസ്റ്റ്യൻ which state was ranked first in the Fiscal Health Index 2026 released by Niti Aayog. അപ്പോൾ നീതി ആയോഗ് റിലീസ് ചെയ്ത ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2026 ഫസ്റ്റ് റാങ്കിൽ വരുന്ന സ്റ്റേറ്റ് ഏതാണ്? ഓപ്ഷൻ എ ഗോവ, ഓപ്ഷൻ ബി ജാർഖണ്ഡ്, ഓപ്ഷൻ സി ഒഡീഷ ആൻഡ് ഓപ്ഷൻ ഡി പഞ്ചാബ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓപ്ഷൻ സി ഒഡീഷ. സോ ഒഡീഷയാണ് എന്ത് ചെയ്യുന്നത് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2026 ഒന്നാം സ്ഥാനം എന്ത് ചെയ്യുന്നത് അച്ചീവ് ചെയ്യുന്നത്. ആൻഡ് ഇത് സെക്കൻഡ് എഡിഷൻ ആണ്. ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സിന്റെ രണ്ടാമത്തെ എഡിഷൻ ആണ് എന്ത് ചെയ്യുന്നത് 2026 നടക്കുന്നത്.
നടക്കുന്നത്. അതായത് നേരത്തെ തന്നെ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 1.0 ഉണ്ടായിരുന്നു, ഇത് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2.0 ആണ്, അതായത് രണ്ടാമത്തെ എഡിഷൻ ആണ്. ഇനി ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഇൻഡെക്സ് ആരാണ് റിലീസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീതി ആയോഗ് ആണ്. സോ നീതി ആയോഗ് ആണ് ചെയ്യുന്നത് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സിനകത്ത് എന്താണ് മെഷർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകൾ ഉണ്ടല്ലോ അവരുടെ സാമ്പത്തിക ഭദ്രതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫിസിക്കൽ പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇൻഡെക്സിനകത്ത് മെഷർ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഇൻഡെക്സിനകത്ത് ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. 18 മേജർ സ്റ്റേറ്റ്സ്, അതുപോലെ തന്നെ 10 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്. അപ്പൊ ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. 18 മേജർ സ്റ്റേറ്റ്സും 10 നോർത്ത് ഈസ്റ്റേൺ അതുപോലെ തന്നെ ഹിമാലയൻ സ്റ്റേറ്റ്സും. 10 നോർത്ത് ഈസ്റ്റേൺ അതുപോലെ തന്നെ ഹിമാലയൻ സ്റ്റേറ്റ്സ് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ മേജർ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളം, തമിഴ്നാട്, കർണാടക, UP, ഗുജറാത്ത് അതുപോലുള്ള മേജർ സ്റ്റേറ്റ്സ്. പിന്നെ 10 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സും ഹിമാലയൻ സ്റ്റേറ്റ്സും. ഹിമാലയൻ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ അരുണാചൽ പ്രദേശ്, ആസാം, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ അരുണാചൽ പ്രദേശ്, ആസാം അങ്ങനെയുള്ള സ്റ്റേറ്റുകൾ. ഹിമാലയൻ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ ഉത്തരാഖണ്ഡ് പോലുള്ള സ്റ്റേറ്റുകൾ. ഇങ്ങനെ 10 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഫസ്റ്റ് എഡിഷൻ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഫസ്റ്റ് എഡിഷൻ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സിന്റെ ഫസ്റ്റ് എഡിഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല. അവിടെ എന്ത് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ എത്ര സ്റ്റേറ്റുകളെ മാത്രമേ മെഷർ ചെയ്തിട്ടുള്ളൂ, 18 മേജർ സ്റ്റേറ്റുകളെ മാത്രമേ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഇൻഡെക്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരുന്നുള്ളൂ. സോ ഫസ്റ്റ് എഡിഷനകത്ത് 18 മേജർ സ്റ്റേറ്റുകൾ മാത്രമാണ് അസസ് ചെയ്തിരുന്നത്. സെക്കൻഡ് എഡിഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു 10 നോർത്ത് ഈസ്റ്റേൺ അല്ലെങ്കിൽ ഹിമാലയൻ സ്റ്റേറ്റ്സിനെ കൂടി എന്ത് ചെയ്യുന്നത്, ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ 10 നോർത്ത് ഈസ്റ്റേൺ അല്ലെങ്കിൽ ഹിമാലയൻ സ്റ്റേറ്റ്സിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇപ്പോൾ 2026 റിലീസ് ചെയ്ത രണ്ടാമത്തെ ഇൻഡെക്സിലാണ് എന്ത് ചെയ്യുന്നത്, ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ ഈ 18 മേജർ സ്റ്റേറ്റ്സിനകത്ത് ഒന്നാം സ്ഥാനം അച്ചീവ് ചെയ്ത ആരാണ്, ഒഡീഷയാണ്. സോ 18 മേജർ സ്റ്റേറ്റ്സിൽ ഒന്നാം സ്ഥാനം ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ഒഡീഷയ്ക്കാണ്. അതുപോലെ തന്നെ സെക്കൻഡ് പൊസിഷനും തേർഡ് പൊസിഷനും കൂടി അറിഞ്ഞിരിക്കണം. സോ സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് ഗോവയ്ക്കാണ്, ആൻഡ് തേർഡ് പൊസിഷൻ എന്ന് പറയുന്നത് ജാർഖണ്ഡ് ആണ്. സോ തേർഡ് പൊസിഷൻ എന്ന് പറയുന്ന ആർക്കാണ്, ഇറ്റ് ഈസ് ജാർഖണ്ഡ്. ഇനി 10 നോർത്ത് ഈസ്റ്റേൺ അല്ലെങ്കിൽ ഹിമാലയൻ സ്റ്റേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ നോർത്ത് ഈസ്റ്റേൺ അല്ലെങ്കിൽ ഹിമാലയൻ സ്റ്റേറ്റ്സിന്റെ കേസിനകത്ത് ടോപ്പ് റാങ്കിനകത്ത് വരുന്നത് അരുണാചൽ പ്രദേശ് ആണ്. സോ അരുണാചൽ പ്രദേശ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒന്നാം സ്ഥാനത്ത് വരുന്നത്. ആൻഡ് സെക്കൻഡ് പൊസിഷനകത്ത് വരുന്നത് ഇറ്റ് ഈസ് ഉത്തരാഖണ്ഡ്. സോ ഉത്തരാഖണ്ഡ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻഡെക്സിനകത്ത് രണ്ടാമത്തെ പൊസിഷനകത്ത് വരുന്നത്. അരുണാചൽ പ്രദേശ് ആണ് ഒന്നാം സ്ഥാനത്ത്, ഉത്തരാഖണ്ഡ് ആണത് രണ്ടാം സ്ഥാനത്ത്. ഇനി ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 1.0 ഉണ്ടല്ലോ, അതായത് ഇതിന്റെ ഫസ്റ്റ് എഡിഷനിലും ഒഡീഷ തന്നെയായിരുന്നു എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് റാങ്കിനകത്ത് വന്നിരുന്നത്. സോ ഫസ്റ്റ് എഡിഷനകത്തും ഒഡീഷ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് റാങ്കിൽ വരുന്നത്. സെക്കൻഡ് എഡിഷനും ഒഡീഷ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് റാങ്കിനകത്ത് വരുന്നത്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് രണ്ടാമത്തെ തവണയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻഡെക്സിനകത്ത് ഒഡീഷ ഫസ്റ്റ് റാങ്ക് എന്ത് ചെയ്യുന്നത്, സെക്യൂർ ചെയ്യുന്നത്. Then next question, which rank has India been assigned with the recently released World Press Freedom Index 2026? Recent ആയിട്ട് റിലീസ് ചെയ്തിട്ടുള്ള World Press Freedom Index 2026 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 156, ഓപ്ഷൻ ബി 157, ഓപ്ഷൻ സി 158, ഓപ്ഷൻ ഡി 159. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓപ്ഷൻ ബി 157. അപ്പോൾ 157 ആണത് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ലോകത്തിലുള്ള 180 രാജ്യങ്ങളിൽ, ലോകത്തിലുള്ള 180 രാജ്യങ്ങളിൽ ജേർണലിസ്റ്റുകൾക്ക് അതുപോലെ തന്നെ പ്രസ്സിന് എന്തുമാത്രം ഫ്രീഡം ഉണ്ട്, അതായത് അവരുടെ മുകളിൽ ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ടോ, അവർക്ക് എത്രമാത്രം ഫ്രീ ആയിട്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അവർ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാകുന്നുണ്ടോ, അവർക്കെതിരെ എന്തെങ്കിലും അക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് മെഷർ ചെയ്യുന്നത്. അപ്പൊ ഈ 180 രാജ്യങ്ങളിലെ പ്രസ്സിനുള്ള ഫ്രീഡം, അതായത് പ്രസ്സിന് എത്രമാത്രം സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ എത്രമാത്രം എന്താണ് അൺബയസ്ഡ് ആയിട്ട്, അതായത് അൺബയസ്ഡ് മീൻസ് എന്താണ്, ആരെയും ഫേവർ ചെയ്യാതെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ടോ, ഇവ ജേർണലിസ്റ്റുകൾക്ക് നേരെ അക്രമങ്ങൾ നടക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് മെഷർ ചെയ്യുന്നത്. ഇപ്പൊ 180 കൺട്രീസ് മെഷർ ചെയ്യുമ്പോൾ ഈ ഒരു ഇൻഡെക്സിനകത്ത് ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നതാണ് 157 ആണ്. സോ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് 180 കൺട്രീസിൽ 157ാമത്തെ റാങ്ക് ആണ്. ഇനി അതുപോലെ തന്നെ ഇവിടുന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആരാണ് ഈ ഒരു ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പൊ ആരാണ് ഈ
ഇൻഡെക്സ് റിലീസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റിലീസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ആ ഒരു ഓർഗനൈസേഷന്റെ പേരാണെന്ന് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്. സോ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റിലീസ് ബൈ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്. സോ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. ഇനി ഈ ഇൻഡെക്സിനകത്തെ ടോപ്പ് 5 കൺട്രീസ് ഏതൊക്കെയാണ് ചോദിക്കാം. അതായത് 4 ഓപ്ഷൻസ് തന്നിട്ട് ഇതിനകത്ത് ഏതാണ് ടോപ്പ് 5 ഇല്ലാത്തത്, ഒന്നാം റാങ്ക് ഏത് കൺട്രിക്കാണ്, അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ടോപ്പ് 5 കൺട്രീസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു ഇൻഡെക്സിനകത്ത് ടോപ്പ് ഫസ്റ്റ് റാങ്ക് സെക്യൂർ ചെയ്തിരിക്കുന്നത് നോർവേ ആണ്. സോ നോർവേ ആണ് ഈ ഒരു ഇൻഡെക്സിനകത്ത് എന്ത് ചെയ്യുന്നത്, ഒന്നാമത്തെ റാങ്ക് സെക്യൂർ ചെയ്തിരിക്കുന്നത്. ആൻഡ് 10ാമത്തെ തുടർച്ചയായിട്ടുള്ള തവണയാണ്. സോ 10ാമത്തെ തുടർച്ചയായിട്ടുള്ള വർഷത്തിലാണ് എന്ത് ചെയ്യുന്നത്, നോർവേ ഒന്നാം റാങ്ക് റീറ്റെയിൻ ചെയ്യുന്നത്. സോ കഴിഞ്ഞ 10 വർഷമായിട്ട് നോർവേ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഒന്നാം സ്ഥാനത്തുള്ളത്. ആൻഡ് നോർവേ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തവണയും ആ ഒരു റാങ്ക് സെക്യൂർ ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് റാങ്ക് സെക്യൂർ ചെയ്യുന്നുണ്ട്. ആൻഡ് 2ാം സ്ഥാനത്തുള്ള കൺട്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെതർലാൻഡ്സ് ആണ്. സോ നെതർലാൻഡ്സ് ആണ് ഈ ഒരു ഇൻഡെക്സിനകത്ത് 2ാം സ്ഥാനത്തുള്ളത്. ആൻഡ് 3ാം സ്ഥാനത്തുള്ളത് എസ്റ്റോണിയ ആണ്. സോ 3ാം സ്ഥാനത്തുള്ള രാജ്യം എന്ന് പറയുന്നത് എസ്റ്റോണിയ ആണ്. ദെൻ 4ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെൻമാർക്ക് ആണ്. ആൻഡ് 5th പ്ലേസിലുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വീഡൻ ആണ്. സോ 5ാം സ്ഥാനത്ത് ഏതാണ്, സ്വീഡൻ ആണ് 5ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ബോട്ടം 5 കൺട്രീസിനെ കുറിച്ച് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ബോട്ടം 5 കൺട്രീസിനെ കുറിച്ചും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആൻഡ് ഈ ഒരു റാങ്കിനകത്ത് 180ാമത്തെ റാങ്ക് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഇൻഡെക്സിനകത്ത് 180ാമത്തെ റാങ്ക് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എറിത്രിയ ആണ്. സോ എറിത്രിയക്കാണ് ഈ ഒരു ഇൻഡെക്സിനകത്ത് 180ാമത്തെ റാങ്ക് എന്ന് പറയുന്നത്. ഇനി 179ാമത്തെ റാങ്ക് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോർത്ത് കൊറിയക്കാണ്. സോ നോർത്ത് കൊറിയക്കാണ് ഈ ഒരു ഇൻഡെക്സിനകത്ത് 179ാമത്തെ റാങ്ക് എന്ന് പറയുന്നത്. ദെൻ 178ാമത്തെ റാങ്ക് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയ്ക്കാണ്. സോ ചൈനയ്ക്കാണ് 178ാമത്തെ റാങ്ക്. 177ാമത്തെ റാങ്ക് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ 177ാമത്തെ റാങ്ക് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇറാൻ ആണ്. അതുപോലെ തന്നെ 176ാമത്തെ റാങ്ക് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൗദി അറേബ്യക്കാണ്. അപ്പൊ ഇതാണ് ബോട്ടം 5ലുള്ള 5 കൺട്രീസ് എന്ന് പറയുന്നത്. അപ്പൊ ടോപ്പ് കൺട്രീസ്, ടോപ്പ് 5നകത്തുള്ള കൺട്രീസ്, ടോപ്പ് 5 കൺട്രീസും കഴിഞ്ഞു, ബോട്ടം 5 കൺട്രീസും കഴിഞ്ഞു. അപ്പൊ നോർവേ ആണ് ഒന്നാം റാങ്കിൽ, 180ാമത്തെ റാങ്കിൽ എറിത്രിയ ആണ്. അതുപോലെ ടോപ്പ് 5 കൺട്രീസ് നോക്കി, അതുപോലെ തന്നെ ബോട്ടം 5 കൺട്രീസ് എന്ത് ചെയ്തു, നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഇത് റിലീസ് ചെയ്യുന്ന ആരാണ്, റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്. ആൻഡ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കറന്റ് അഫയേഴ്സ് സെഷൻസിനകത്ത്, എന്റെ കറന്റ് അഫയേഴ്സ് സെഷനകത്ത് ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. അതായത് നമ്മൾ വീക്ക്ലി കറന്റ് അഫയേഴ്സ് എന്ന് പറഞ്ഞൊരു സീരീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, അതിനകത്ത് ഡിസ്കസ് ചെയ്തു. അത് കൂടാതെ ലാസ്റ്റ് 6 മന്ത്സിലെ കറന്റ് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പ് 200 എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്, അതിനകത്ത് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ടോപ്പ് 200 എന്ന് പറയുന്നത് ജനുവരി 2026 മുതൽ ജൂലൈ 2026 വരെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറന്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ്, ടോപ്പ് 200 കറന്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സീരീസ് ആണ് ടോപ്പ് 200 എന്ന് പറയുന്നത്, ടോപ്പ് 200 കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്താണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ചെക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ വീഡിയോ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ എടുക്കുക, അതിനകത്ത് പ്ലേലിസ്റ്റിന്റെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ടോപ്പ് 200 എന്ന് പറഞ്ഞ ഈ ഒരു സീരീസിനെ കുറിച്ച് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ദിശ അക്കാഡമി യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ആ പ്ലേലിസ്റ്റ് സെക്ഷനകത്ത് ടോപ്പ് 200 എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്. അതിനകത്ത് ഒരു 6-7 വീഡിയോസോളം കാണും, ജനുവരി 2026 മുതൽ ജൂലൈ 2026 വരെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറന്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സീരീസ്. അപ്പൊ അതും കൂടി ഒന്ന് ചെക്ക്ഔട്ട് ചെയ്തേക്കുക. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താണ്. ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്തേക്കാം. Okay, next question. Which state has been ranked first in the Panchayat Development Index 2.0? So Panchayat Development Index ൽ ഒന്നാം സ്ഥാനം സെക്യൂർ ചെയ്ത സ്റ്റേറ്റ് ഇവയിൽ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ത്രിപുര, ഓപ്ഷൻ ബി രാജസ്ഥാൻ, ഓപ്ഷൻ സി ഒഡീഷ ആൻഡ് ഓപ്ഷൻ ഡി മേഘാലയ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓപ്ഷൻ എ ത്രിപുര. സോ ത്രിപുരയാണ് എന്ത് ചെയ്യുന്നത്, പഞ്ചായത്ത് ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം സെക്യൂർ ചെയ്ത അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് സെക്യൂർ ചെയ്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പഞ്ചായത്ത് ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആരാണ് റിലീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിലീസ് ബൈ ദി മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ്. സോ മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ ആരാണ് ഈ ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ് ആണ്. ആൻഡ് ഈ ഒരു ഇൻഡെക്സിന് ഈ ഒരു 2.0 പഞ്ചായത്ത് ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2.0 എന്ന് പറഞ്ഞ ഈ ഒരു ഇൻഡെക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഒരേ ഒരു സ്റ്റേറ്റേ ഉള്ളൂ. ആ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാൾ ആണ്. അപ്പൊ ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകളിൽ വെസ്റ്റ് ബംഗാൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻഡെക്സിനകത്ത് ഇത്തവണ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരുന്നത്. സോ വെസ്റ്റ് ബംഗാൾ ഡിഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ്. സോ വെസ്റ്റ് ബംഗാൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻഡെക്സിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത്.
So West Bengal did not participate. വെസ്റ്റ് ബംഗാൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇൻഡെക്സിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഏക സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ സ്റ്റേറ്റ്സും ഈ ഒരു ഇൻഡെക്സിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ബട്ട് വെസ്റ്റ് ബംഗാൾ മാത്രം എന്ത് ചെയ്തിട്ടില്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. Then നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ റെയിൽവേയുടെ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ്. ബട്ട് നിങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നറിയില്ലെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പിലുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ദിശ അക്കാഡമിയുടെ റെയിൽവേ RRB റെഗുലർ ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ബാച്ച് എന്ന് പറയുമ്പോൾ 10th ലെവൽ മുതൽ ഗ്രാജുവേറ്റ് ലെവൽ വരെയുള്ള റെയിൽവേയുടെ ഏത് എക്സാമും ആയിക്കോട്ടെ, ഈ എക്സാമുകളെല്ലാം നിങ്ങളെ ക്രാക്ക് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലാണ് ഈ ഒരു കോഴ്സിന്റെ സിലബസ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഒറ്റ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10th ക്വാളിഫിക്കേഷൻ മുതൽ ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ വരെയുള്ള ഏതൊരു എക്സാം എന്ത് ചെയ്യാൻ സാധിക്കും, ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ലൈവ് പ്ലസ് റെക്കോർഡ് കോഴ്സ് ആണ്. സോ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ലൈവ് പ്ലസ് റെക്കോർഡ് കോഴ്സ് ആണ്. അതായത് ലൈവ് ക്ലാസ്സസും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ റെക്കോർഡിംഗ്സും ഈ ഒരു കോഴ്സിനകത്ത് എന്താണ് അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു കോഴ്സ് നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഒരു ഏർലി ബേർഡ് ഓഫർ അവൈലബിൾ ആണ്. 10% എന്ത് കിട്ടും, ഈ ഒരു കോഴ്സിനകത്ത് നിങ്ങൾക്ക് ഓഫർ കിട്ടും. ആൻഡ് ഈ ഒരു കോഴ്സിന്റെ കോഴ്സ് പ്രൈസ് എന്ന് പറയുന്നത് 4,999 rupees ആണ്. ബട്ട് ഓഫർ പ്രൈസിൽ 10% ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കോഴ്സ് എന്ന് പറയുന്നത് 4,500 rupees പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഈ ഒരു കോഴ്സിന്റെ മറ്റു പ്രത്യേകത എന്ന് പറയുന്നത് എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആണ് ക്ലാസ്സസ് ലീഡ് ചെയ്യുന്നത്. മോക്ക് ടെസ്റ്റുകൾ, അതായത് ഏറ്റവും റീസെന്റ് ക്വസ്റ്റ്യൻ പാറ്റേണിലുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. PYQ ഡിസ്കഷൻസ് ഉണ്ടാകും. സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മെന്റർ സപ്പോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാനോ ഈ കോഴ്സിനെ കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് വേണമെങ്കിലോ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 or 7012615062. അപ്പൊ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഒട്ടും ലേറ്റ് ആക്കണ്ട, ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. Next question. The HPV vaccine associated to administered to women primarily provides protection against which serious disease? ഏത് അസുഖത്തിനെതിരെയാണ് സ്ത്രീകൾക്ക് കൊടുക്കുന്ന HPV വാക്സിൻ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബ്രസ്റ്റ് ക്യാൻസർ, ഓപ്ഷൻ ബി പോളിയോ, ഓപ്ഷൻ സി ഒവേറിയൻ ക്യാൻസർ ആൻഡ് ഓപ്ഷൻ ഡി സെർവിക്കൽ ക്യാൻസർ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, സെർവിക്കൽ ക്യാൻസർ. അതായത് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന ഒരു ക്യാൻസർ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പിടിപെടുന്ന ഒരു ക്യാൻസർ ആണ് സെർവിക്കൽ ക്യാൻസർ. പക്ഷേ സെർവിക്കൽ ക്യാൻസർ എന്ത് ചെയ്യാൻ സാധിക്കും, പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് വാക്സിനേഷൻ വഴി എന്ത് ചെയ്യാൻ പറ്റും, ഇത് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്താണ് ഈ HPV എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നാണ്. സോ HPV സ്റ്റാൻഡ്സ് ഫോർ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. സോ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നുള്ളതാണ് HPVയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അപ്പൊ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെർവിക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ആ ഒരു വൈറസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വൈറസിനെതിരെയുള്ള വാക്സിൻ ആണെന്ന് ഈ ഒരു HPV വാക്സിൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു HPV വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ടീനേജേഴ്സിന്, കൗമാരക്കാർക്ക് ഈ ഒരു HPV വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവര് അഡൾട്ട്സ് ആകുമ്പോൾ അല്ലെങ്കിൽ അവർ പ്രായപൂർത്തിയാകുമ്പോൾ പിന്നീട് ലേറ്റസ്റ്റ് സ്റ്റേജസിൽ വരാൻ ചാൻസ് ഉള്ള സെർവിക്കൽ ക്യാൻസർ എന്ത് ചെയ്യാൻ സാധിക്കും, 85% വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ടീനേജേഴ്സിന്, കൗമാര പ്രായക്കാരിൽ ഒരു വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ 85% വരെ എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു സെർവിക്കൽ ക്യാൻസർ തടയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വാക്സിൻ ആർക്കാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വാക്സിൻ ആർക്കാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 14 വയസ്സുള്ള പെൺകുട്ടികൾക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വാക്സിൻ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ 14 വയസ്സുള്ള പെൺകുട്ടികൾക്കാണ് ഈ ഒരു വാക്സിൻ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു വാക്സിൻ എന്ന് പറയുന്നത് വോളണ്ടറി ആണ്. അതായത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വാക്സിൻ എടുക്കാം, എടുത്തില്ലെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അതായത് നിർബന്ധമല്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു വാക്സിൻ എടുക്കാം. വാക്സിൻ എടുക്കേണ്ടവർക്ക് എടുക്കാം, എടുക്കേണ്ടാത്തവർക്ക് എന്ത് ചെയ്യേണ്ട, എടുക്കേണ്ട ആവശ്യമില്ല, വോളണ്ടറി ആണ്. അതുപോലെ തന്നെ ഈ ഒരു വാക്സിൻ എന്ത് ചെയ്യുന്നില്ല, ഗവൺമെന്റ് ഒരു കോസ്റ്റും അല്ലെങ്കിൽ ഒരു ചാർജും എന്ത് ചെയ്യുന്നില്ല, ഈടാക്കുന്നില്ല. ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, തീർത്തും സൗജന്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വാക്സിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നത് സെർവിക്കൽ ക്യാൻസറിന് എതിരെയാണ്. Next question. Which country has become the first country in the European Union to eliminate mother-to-child transmission of the HIV and syphilis? So HIV and syphilis ഇതുപോലുള്ള sexually transmitted diseases അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് ട്രാൻസ്മിറ്റ് ആകുന്നത് കംപ്ലീറ്റ് ആയിട്ട് അവസാനിപ്പിച്ച അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയ യൂറോപ്യൻ യൂണിയനിലെ ആദ്യത്തെ കൺട്രി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പോളണ്ട്, ഓപ്ഷൻ ബി സെർബിയ, ഓപ്ഷൻ സി ബെൽജിയം ആൻഡ് ഓപ്ഷൻ ഡി ഡെൻമാർക്ക്. അപ്പൊ ഇതിൽ ഏത് കൺട്രിയാണ് യൂറോപ്യൻ യൂണിയനിലെ ആദ്യത്തെ കൺട്രി ടു എലിമിനേറ്റ് മദർ ടു ചൈൽഡ് ട്രാൻസ്മിഷൻ ഓഫ് HIV
HIV and syphilis. So correct answer എന്ന് പറയുന്നത് it's option D, Denmark. So Denmark ആണ് യൂറോപ്യൻ യൂണിയനിൽ എന്ത് ചെയ്യുന്നത് മദർ ടു ചൈൽഡ് ട്രാൻസ്മിഷൻ ഓഫ് HIV and syphilis ആദ്യമായിട്ട് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൺ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് ബ്ലഡ് ടെസ്റ്റുകൾ നടത്തുക, ഇത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെതിരെയുള്ള പ്രിവെന്റീവ് മെഡിസിൻ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ഇങ്ങനെ ഹെൽത്ത് സിസ്റ്റം എന്ത് ചെയ്യുന്നു, വളരെ അക്യുറേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കാര്യം ഡെൻമാർക്ക് അച്ചീവ് ചെയ്തത്. ആൻഡ് ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒഫീഷ്യലി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, സോ ഒഫീഷ്യലി എന്ത് ചെയ്തിട്ടുണ്ട് WHO ഇത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഡെൻമാർക്ക് എന്തായി പൂർണ്ണ മുക്തമായിട്ടുണ്ട് മദർ ടു ചൈൽഡ് ട്രാൻസ്മിഷൻ ഓഫ് HIV and syphilis നിന്ന്. Next question. The recently concluded Khelo India Tribal Games 2026 was held in which state? ഏത് സ്റ്റേറ്റിലാണ് റീസെന്റ് ആയിട്ട് നടത്തിയ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് കണ്ടക്ട് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മേഘാലയ, ഓപ്ഷൻ ബി ഛത്തീസ്ഗഡ്, ഓപ്ഷൻ സി ഉത്തർപ്രദേശ് ആൻഡ് ഓപ്ഷൻ ഡി ഒഡീഷ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഛത്തീസ്ഗഡ്. സോ ഛത്തീസ്ഗഡിലാണ് എന്ത് ചെയ്യുന്നത് ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 കണ്ടക്ട് ചെയ്തത്. ആൻഡ് ഇത് ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ ആദ്യത്തെ എഡിഷൻ ആണ്. സോ ഫസ്റ്റ് എവർ എഡിഷൻ ആണ് ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ ഇത് കണ്ടക്ട് ചെയ്തത് ഛത്തീസ്ഗഡിലാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ടോപ്പ് 200 സീരീസിലും വീക്ക്ലി കറന്റ് അഫയേഴ്സിലും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒന്ന് വാച്ച് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഫസ്റ്റ് എഡിഷൻ ആണ് ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ ഫസ്റ്റ് എഡിഷൻ കണ്ടക്ട് ചെയ്ത് എവിടെയാണ്, ഛത്തീസ്ഗഡിലാണ്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് കണ്ടക്ട് ചെയ്തത്. ഇനി ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിനെ കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ ഈ ഒരു ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് ഛത്തീസ്ഗഡിലെ തന്നെ മൂന്ന് ഡിസ്ട്രിക്റ്റിലായിട്ടാണെങ്കിൽ 3 സിറ്റീസിലായിട്ടാണ് കണ്ടക്ട് ചെയ്തത്. റായ്പൂർ, ജഗ്ദാൽപൂർ ആൻഡ് സദ്ഗൂജ. അപ്പോൾ റായ്പൂർ, ജഗ്ദാൽപൂർ, സദ്ഗൂജ ഇങ്ങനെയുള്ള 3 സിറ്റീസിലായിട്ടാണ് എന്ത് ചെയ്തത് ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് കണ്ടക്ട് ചെയ്തത്. ഇതും വേണമെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഛത്തീസ്ഗഡ് ഏത് സ്റ്റേറ്റിലാണ് കണ്ടക്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് സ്റ്റേറ്റിലാണ് ഈ ഒരു ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് കണ്ടക്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡിലാണ് ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് കണ്ടക്ട് ചെയ്തത്. ഇനി ഏതൊക്കെ സിറ്റീസിലായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റായ്പൂർ, ജഗ്ദാൽപൂർ, സദ്ഗൂജ ഈ 3 സിറ്റീസിലായിട്ടാണ് കണ്ടക്ട് ചെയ്തത്. 25th മാർച്ച് മുതൽ 6th ഏപ്രിൽ വരെയായിരുന്നു ഈ ഒരു ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് കണ്ടക്ട് ചെയ്തത്. ഇനി ഈ ഒരു ട്രൈബൽ ഗെയിംസിന്റെ മാസ്കറ്റിന്റെ പേര് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ മോർവീർ എന്നുള്ളതാണ് മാസ്കറ്റിന്റെ പേര്. സോ ഇതാണ് മോർവീർ എന്ന് പറയുന്നത്. അപ്പൊ മോർവീർ എന്നുള്ളതാണ് ഒരു ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ മാസ്കറ്റിന്റെ പേര്. ആൻഡ് ഈ ഒരു ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൽ 7 മെഡൽ കോമ്പറ്റീഷൻസ് ഉണ്ട്. അപ്പൊ 7 കോമ്പറ്റീഷൻസ് ആണ് ഈ ഒരു ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൽ നടന്നിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് ആ 7 മെഡൽ കോമ്പറ്റീഷൻസ്? ഏതൊക്കെയായിരുന്നു ആ 7 മെഡൽ കോമ്പറ്റീഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അത്ലറ്റിക്സ്. ഒന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഏതാണ്? അത്ലറ്റിക്സ് ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഫുട്ബോൾ ആണ്. മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹോക്കി. സോ മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹോക്കി. ആൻഡ് നാലാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെയിറ്റ് ലിഫ്റ്റിംഗ്. സോ നാലാമത്തെ ഐറ്റം വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ്. അഞ്ചാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെസ്ലിംഗ്. Then ആറാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആർച്ചറി. ആൻഡ് ഏഴാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്വിമ്മിങ്. അപ്പൊ ഇതായിരുന്നു 7 മെഡൽ കോമ്പറ്റീഷൻ. അപ്പൊ മെഡലുകളുള്ള കോമ്പറ്റേറ്റീവ് ഐറ്റംസ് എന്ന് പറയുന്നത് ഈ 7 അത്ലറ്റിക്സ്, ഫുട്ബോൾ, ഹോക്കി, വെയിറ്റ് ലിഫ്റ്റിംഗ്, റെസ്ലിംഗ്, ആർച്ചറി ആൻഡ് സ്വിമ്മിംഗ്. അതുപോലെ തന്നെ 2 ഡെമോ ഗെയിംസ്, അതായത് മെഡൽ ഐറ്റം അല്ലാതെ കോമ്പറ്റീഷൻ ഐറ്റം അല്ലാതെ 2 ഡെമോ ഗെയിംസും കൂടി ഉണ്ടായിരുന്നു. സോ ഏതൊക്കെയായിരുന്നു ആ 2 ഡെമോ ഗെയിംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഇറ്റ് വാസ് കബഡി. സോ കബഡി എന്ന് പറയുന്നത് ഒരു ഡെമോ ഗെയിം ആയിരുന്നു. അതുപോലെ തന്നെ മല്ലഖമ്പ് എന്ന് പറയുന്നത് ഒരു ഡെമോ ഗെയിം ആയിരുന്നു. സോ അതുപോലെ തന്നെ മല്ലഖം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു ഡെമോ ഗെയിം ആയിരുന്നു. സോ കബഡിയുണ്ട്, അതുപോലെ തന്നെ മല്ലഖമ്പും 2 ഡെമോ ഗെയിംസ് ആണ്. അപ്പൊ ഇതാണ് ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്ന കാര്യം. ഇനി ഒരു പോയിന്റ് കൂടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആരാണ് ഈ ഒരു ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് ഓർഗനൈസ് ചെയ്തത് എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പൊ ആരാണ് ഈ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് ഓർഗനൈസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് വാസ് ഓർഗനൈസ്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ്. സോ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആണ്. തിരിഞ്ഞു പോയത് ട്രൈബൽ അഫയേഴ്സ് അല്ല, മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആണ് ചെയ്യുന്നത് ഈ ഒരു ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് ഓർഗനൈസ് ചെയ്തത്. ഇറ്റ് വാസ് ഓർഗനൈസ്ഡ് ബൈ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ്. സോ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആണ് ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് എന്ത് ചെയ്തത്, ഓർഗനൈസ് ചെയ്തത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. Next question. Which district has been declared as India's first
പേൾ ഫാമിംഗ് ക്ലസ്റ്റർ. സോ ഇതിൽ ഏത് ഡിസ്ട്രിക്റ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പേൾ ഫാമിംഗ് ക്ലസ്റ്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പാട്ന, ഓപ്ഷൻ ബി ഹസാരിബാഗ്, ഓപ്ഷൻ സി പിലിഭിത്ത് ആൻഡ് ഓപ്ഷൻ ഡി റായ്പൂർ. അപ്പൊ ഇതിൽ ഏത് സ്റ്റേറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇതിൽ ഏത് ഡിസ്ട്രിക്റ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് പേൾ ഫാമിംഗ് ക്ലസ്റ്റർ ഡിസ്ട്രിക്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഹസാരിബാഗ്. ഓപ്ഷൻ ബി ഹസാരിബാഗ് ആണ് കറക്റ്റ് ആൻസർ. ഇനി ഹസാരിബാഗ് ഏത് സ്റ്റേറ്റിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ജാർഖണ്ഡ്. സോ ജാർഖണ്ഡിലാണ് എന്തിരിക്കുന്നത്, ഹസാരിബാഗ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ജാർഖണ്ഡ് സ്റ്റേറ്റിലുള്ള ഹസാരിബാഗ് ഡിസ്ട്രിക്റ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പേൾ ഫാമിംഗ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. അതായത് പേൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ടല്ലോ, അതാണ് പേൾ ഫാമിംഗ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഇനി ഇത് ഏത് സ്കീമിന്റെ അണ്ടറിലാണ് ഈ ഒരു പേൾ ഫാമിംഗ് ക്ലസ്റ്റർ അല്ലെങ്കിൽ പേൾ ഫാമിംഗ് എന്നുള്ളത് ഏത് സ്കീമിന്റെ അണ്ടറിലാണ്, ഏത് സെൻട്രൽ ഗവൺമെന്റ് സ്കീമിന്റെ അണ്ടറിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അണ്ടർ പ്രധാൻ മന്ത്രി മത്സ്യ സമ്പദ യോജന. സോ പ്രധാൻ മന്ത്രി മത്സ്യ സമ്പദ യോജനയുടെ അണ്ടറിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു പേൾ ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. സോ പ്രധാൻ മന്ത്രി മത്സ്യ സമ്പദ യോജന, പ്രധാൻ മന്ത്രി മത്സ്യ സമ്പദ യോജനയുടെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു പേൾ ഫാമിംഗ് സപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. Then next question, what is the current repo rate as fixed by RBI on as of April 2026? So April 2026 RBI ഫിക്സ് ചെയ്തിരിക്കുന്ന കറന്റ് റിപ്പോ റേറ്റ് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 5.5%, ഓപ്ഷൻ ബി 5.25%, ഓപ്ഷൻ സി 6.6% ആൻഡ് ഓപ്ഷൻ ഡി 6.7%. ഇതിൽ ഏതാണ് കറന്റ്ലി RBI ഫിക്സ് ചെയ്തിരിക്കുന്ന റിപ്പോ റേറ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കറന്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി 5.25%. സോ 5.25% ആണ് ഏപ്രിലിൽ RBI ഡിസൈഡ് ചെയ്തിരിക്കുന്ന റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇനി ആരാണ് ഈ റിപ്പോ റേറ്റ് ഡിസൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBIയുടെ കമ്മിറ്റീസിൽ, RBIക്ക് ഒരുപാട് കമ്മിറ്റീസ് ഉണ്ട്, അതിലൊരു കമ്മിറ്റിയാണെന്ന് മോണിറ്ററി പോളിസി കമ്മിറ്റി. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി അല്ലെങ്കിൽ MPC ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റിപ്പോ റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ ആരാണ് റിപ്പോ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മോണിറ്ററി പോളിസി കമ്മിറ്റി MPC, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MPC ആണ് എന്ത് ചെയ്യുന്നത്, ഈ റിപ്പോ റേറ്റ് പോലെയുള്ള റേറ്റുകളൊക്കെ ഫിക്സ് ചെയ്യുന്നത്. ആൻഡ് ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ത് ചെയ്യാറുണ്ട്, എല്ലാ മാസവും എല്ലാ 2 മാസം കൂടുമ്പോഴും എവറി 2 months, അത് ബൈ മന്ത്ലി എന്ത് ചെയ്യാറുണ്ട്, മീറ്റ് ചെയ്യാറുണ്ട്. സോ ദാറ്റ് ഈസ് എവറി 2 months, ഓരോ 2 മാസം കൂടുമ്പോഴും എന്ത് ചെയ്യും, ഈ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും, ഈ റിപ്പോ റേറ്റും അതുപോലെ തന്നെ ബാങ്ക് റേറ്റും പോലെയുള്ള റേറ്റുകളൊക്കെ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും, റിവ്യൂ ചെയ്യും, റിവൈസ് ചെയ്യും. അപ്പോൾ ഏപ്രിലാണ് എന്ത് ചെയ്ത് ലാസ്റ്റ് ആയിട്ട് റിവിഷൻ നടന്നത്. അപ്പൊ അന്ന് RBI ഫിക്സ് ചെയ്ത റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് 5.25% ആണ്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 2026 എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റി വീണ്ടും മീറ്റ് ചെയ്തു. ആൻഡ് ഇത്തവണയും റിപ്പോ റേറ്റ് 5.25% ആയിട്ട് തന്നെയാണ് എന്തിരിക്കുന്നത്, നിലനിർത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ കുറച്ച് പ്രാവശ്യമായിട്ട് 5.25% ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, റിപ്പോ റേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. സോ ഏപ്രിലും 5.25% ആയിരുന്നു, അതിന് മുന്നേ 5.25% ആയിരുന്നു. ആൻഡ് ഇത്തവണ ഓഗസ്റ്റ് 2026 അത് 5.25% തന്നെയായിട്ടാണ് എന്തിരിക്കുന്നത്, ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റിയെ കുറിച്ച് അറിയേണ്ട മറ്റു ചില ഇൻഫർമേഷനെ കുറിച്ച് വരുമ്പോൾ, ഈ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റി MPC എന്ന് പറയുന്നത് ടോട്ടൽ 6 മെമ്പേഴ്സ് ഉള്ള ഒരു കമ്മിറ്റിയാണ്. സോ ടോട്ടൽ 6 മെമ്പേഴ്സ് ആണ് ഈ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റിയിലുള്ളത്. ആൻഡ് ഈ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBI ഗവർണർ ആയിരിക്കും. സോ RBI ഗവർണർ ആയിരിക്കും ഈ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ചെയർമാൻ ഓഫ് ദി മോണിറ്ററി പോളിസി കമ്മിറ്റി വിൽ ബി ദി RBI ഗവർണർ. അതുകൂടാതെ RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ എന്തായിരിക്കും, ഈ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ പാർട്ടായിരിക്കും. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934, RBI ആക്ട് 1934 അനുസരിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് മാക്സിമം 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് വരെ ആകാം. അപ്പൊ RBI ആക്ട് 1934 അനുസരിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഉണ്ടാവാം മാക്സിമം 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് വരെ ആകാം. ഓരോ ഡെപ്യൂട്ടി ഗവർണേഴ്സിനും ഓരോ ഫംഗ്ഷൻസ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആർക്കാണോ മോണിറ്ററി പോളിസിയുടെ ചാർജ് ഉള്ളത്, ഏത് ഡെപ്യൂട്ടി ഗവർണറിനാണോ മോണിറ്ററി പോളിസിയുടെ ചാർജ് ഉള്ളത്, ആ മോണിറ്ററി പോളിസിയുടെ ചാർജ് ഉള്ള ഡെപ്യൂട്ടി ഗവർണർ എന്തായിരിക്കും, ഈ ഒരു MPCയുടെ ഭാഗമായിരിക്കും. RBI ഗവർണറെ കൂടാതെ മറ്റു 4 മെമ്പേഴ്സ് കൂടി ഈ ഒരു കമ്മിറ്റിക്കകത്ത് ഉണ്ടായിരിക്കും. ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഓരോ 2 months കൂടുമ്പോഴും മീറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നത്, ഈ റിപ്പോ റേറ്റ്, SDF റേറ്റ് പോലുള്ള റേറ്റുകൾ എന്ത് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്നത്. ദെൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈ ഒരു റിപ്പോ റേറ്റ് എന്താണെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ റിപ്പോ റേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ബാങ്കുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ RBI നിന്ന് എന്ത് ചെയ്യാൻ സാധിക്കും, ലോൺ എടുക്കാൻ സാധിക്കും.
അപ്പൊ ബാങ്കിന് RBI എന്ത് ചെയ്യാൻ പറ്റും? ലോൺ എടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ നമുക്ക് ലോൺ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈട് കൊടുക്കണമല്ലോ. അതുപോലെ തന്നെ ബാങ്കിന് RBIയുടെ കയ്യിൽ നിന്ന് ലോൺ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈട് കൊടുക്കണം. അപ്പൊ ഇവിടെ ബാങ്കുകൾ ഈടായിട്ട് കൊടുക്കുന്ന എന്തായിരിക്കും? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആയിരിക്കും. അതായത് ട്രഷറി ബില്ല്, ഗവൺമെന്റ് ബോണ്ട് പോലുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഈടായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ബാങ്കിന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? RBIന്ന് ലോൺ എടുക്കാൻ പറ്റും, ഈട് കൊടുക്കണം. എന്താ ഈടായിട്ട് കൊടുക്കേണ്ടത്? ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ട്രഷറി ബിൽസ്, ഗവൺമെന്റ് ബോണ്ട്സ് പോലുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈടായിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ലോൺ കൊടുക്കുമ്പോൾ RBI ചാർജ് ചെയ്യുന്ന ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടല്ലോ, പലിശ ഉണ്ടല്ലോ, ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ റിപ്പോ റേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുമ്പോൾ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. ഇനി ചുമ്മാ ലോൺ കൊടുക്കില്ല, എന്ത് ചെയ്യാറുണ്ട്? കൊളാറ്ററൽ ആയിട്ട്, ഈടായിട്ട് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങാറുണ്ട്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളുടെ കയ്യിൽ നിന്ന് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങി ലോൺ കൊടുക്കുമ്പോൾ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെ വിളിക്കുന്ന പേരാണ് റിപ്പോ റേറ്റ്. ആൻഡ് ഇപ്പോ റിപ്പോ റേറ്റ് അല്ലെങ്കിൽ ഏപ്രിൽ 2026 അനുസരിച്ച് റിപ്പോ റേറ്റ് എത്രയാണ്? 5.25%. Next question. Which country has developed the world's first zero emission coal battery? അപ്പോൾ ലോകത്തിലെ തന്നെ ആദ്യത്തെ സീറോ എമിഷൻ കോൾ ബാറ്ററി ഡെവലപ്പ് ചെയ്ത കൺട്രി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ചൈന, ഓപ്ഷൻ സി ഇംഗ്ലണ്ട് ആൻഡ് ഓപ്ഷൻ ഡി UK. ഇതിൽ ഏത് കൺട്രിയാണ് ലോകത്തിലെ ആദ്യത്തെ സീറോ എമിഷൻ കോൾ ബാറ്ററി ഡെവലപ്പ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓപ്ഷൻ ബി ചൈന. അപ്പൊ ചൈനയാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഫസ്റ്റ് സീറോ എമിഷൻ കോൾ ബാറ്ററി ഡെവലപ്പ് ചെയ്തത്. ഇനി എന്താണ് ഈ സീറോ എമിഷൻ കോൾ ബാറ്ററി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നോർമലി നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? ഈ കോളിനെ ബേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ കോൾ കത്തിച്ചിട്ടാണ്, കൽക്കരി കത്തിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നോർമലി നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സീറോ എമിഷൻ കോൾ ബാറ്ററിയിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഇലക്ട്രോ കെമിക്കൽ ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കും. അപ്പൊ ഈ ഒരു സീറോ എമിഷൻ കോൾ ബാറ്ററിയിൽ ഒരു ഇലക്ട്രോ കെമിക്കൽ ഓക്സിഡേഷൻ റിയാക്ഷൻ ഉണ്ട്. അതായത് കോളിനെ, കൽക്കരി എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോ കെമിക്കൽ ഓക്സിഡേഷൻ റിയാക്ഷന് വിധേയമാക്കും. ഒരു ഇലക്ട്രോ കെമിക്കൽ ഓക്സിഡേഷൻ റിയാക്ഷന് വിധേയമാക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ കോളിനെ ഇലക്ട്രോ കെമിക്കൽ ഓക്സിഡേഷൻ റിയാക്ഷന് വിധേയമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഗ്യാസസ് ഒന്നും തന്നെ റിലീസ് ചെയ്യുന്നില്ല. ഇപ്പൊ നോർമലി നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് കോളിനെ ബേൺ ചെയ്തുകൊണ്ടാണ്. ബട്ട് ഈ ഒരു സീറോ എമിഷൻ കോൾ ബാറ്ററിയിൽ ഈ കോളിനെ ഒരു ഇലക്ട്രോ കെമിക്കൽ ഓക്സിഡേഷൻ റിയാക്ഷൻ നടത്തിയിട്ടാണ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തില്ല, ഇവിടെ എമിഷൻ ഇല്ല. കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഗ്യാസസിന്റെ എമിഷൻ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ വരുന്നില്ല. ഈ ഒരു ബാറ്ററി ഡെവലപ്പ് ചെയ്ത, ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തതാണ് ഇറ്റ് ഈസ് ചൈന. Next question. Who has been awarded the Whitley Award 2026 for the conservation work on the endangered Indian skimmer bird? അപ്പോൾ endangered ആയിട്ടുള്ള ഇന്ത്യൻ സ്കിമ്മർ ബേർഡിന്റെ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് വിറ്റ്ലി അവാർഡ് 2026 ആർക്കാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വിജയ് കുമാർ, ഓപ്ഷൻ ബി രവി ഗുപ്ത, ഓപ്ഷൻ സി പർവീൻ ഷേഖ് ആൻഡ് ഓപ്ഷൻ ഡി അങ്കിത് ത്രിവേദി. അപ്പോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓപ്ഷൻ സി പർവീൻ ഷേഖ്. സോ ഓപ്ഷൻ സി പർവീൻ ഷേഖ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി ഒരു വിറ്റ്ലി അവാർഡ് 2026 ഗ്രീൻ ഓസ്കാർ എന്ന് എന്ത് ചെയ്യാറുണ്ട്? വിളിക്കാറുണ്ട്. സോ വിറ്റ്ലി അവാർഡ് 2026 വിളിക്കുന്ന മറ്റൊരു പേരാണത് ഗ്രീൻ ഓസ്കാർ. അപ്പൊ ഈ ഒരു അവാർഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണത് ഗ്രീൻ ഓസ്കാർ. അപ്പോ ഈ ഒരു അവാർഡ് കിട്ടിയത്, പർവീൻ ഷേഖിന് ഈ ഒരു അവാർഡ് കിട്ടിയത് ഇന്ത്യൻ സ്കിമ്മർ ബേർഡിനെ കുറിച്ചുള്ള ഒരു പ്രൊജക്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഇന്ത്യൻ സ്കിമ്മർ ബേർഡിന്റെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്, കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വർക്കിനാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ആ പ്രൊജക്ടിന്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൻഡ് ആ പ്രൊജക്ടിന്റെ പേര്, അപ്പൊ ഇന്ത്യൻ സ്കിമ്മർ ബേർഡിന്റെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്, കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പ്രൊജക്ടിന്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗാർഡിയൻസ് ഓഫ് ദ സ്കിമ്മർ. സോ ഗാർഡിയൻസ് ഓഫ് ദ സ്കിമ്മർ എന്നുള്ളതാണ് ആ ഒരു പ്രൊജക്ടിന്റെ പേര്. ഇന്ത്യൻ സ്കിമ്മർ ബേർഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രൊജക്ട് ആണെന്ത് ഗാർഡിയൻസ് ഓഫ് ദ സ്കിമ്മർ. ആ ഒരു പ്രൊജക്ടിനാണ് ഇതിന് ഗ്രീൻ ഓസ്കാർ കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ഇന്ത്യൻ സ്കിമ്മർ ബേർഡിനെ ഏത് റിവറിന്റെ പരിസരത്താണ് കാണാൻ സാധിക്കുന്നതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ചമ്പൽ റിവറിന്റെ പരിസരങ്ങളിലായിട്ടാണ് നമുക്ക് ഈ ഇന്ത്യൻ സ്കിമ്മർ ബേർഡിനെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഇറ്റ് ക്യാൻ ബി സീൻ നിയർ ദി ചമ്പൽ റിവർ. സോ ചമ്പൽ റിവറിന്റെ പ്രദേശങ്ങളിലായിട്ടാണ് ഈ ഇന്ത്യൻ സ്കിമ്മർ ബേർഡിനെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്.
Next question, who won the title of the 2026 Uber Cup held in Horsens, Denmark? So ഡെൻമാർക്കിലെ ഹോസൻസിൽ നടന്നിട്ടുള്ള 2026 ഊബർ കപ്പിന്റെ ടൈറ്റിൽ വിൻ ചെയ്തത് ഇതിൽ ഏത് കൺട്രി ആണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി സൗത്ത് കൊറിയ, ഓപ്ഷൻ സി ചൈന ആൻഡ് ഓപ്ഷൻ ഡി ഫ്രാൻസ്. അപ്പൊ ഇതിൽ ഏത് കൺട്രിയാണ് ഊബർ കപ്പ് വിൻ ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓപ്ഷൻ ബി സൗത്ത് കൊറിയ. ഓപ്ഷൻ ബി സൗത്ത് കൊറിയ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇപ്പോ ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ, അതായത് ബാഡ്മിന്റനുമായിട്ട് ബന്ധപ്പെട്ട ടൂർണമെന്റ് ആണ് ഊബർ കപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഊബർ കപ്പ് എന്ന് പറയുന്നത് ബാഡ്മിന്റനുമായിട്ട് ബന്ധപ്പെട്ട കപ്പാണ് ഊബർ കപ്പ്. അപ്പൊ ബാഡ്മിന്റന് വേണ്ടിയിട്ട് എന്തുണ്ട്, ഒരു വേൾഡ് ഫെഡറേഷൻ ഉണ്ട്. സോ ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ. ഈ ഒരു ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ എന്ത് ചെയ്യാറുണ്ട്, സോ ഈ ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ എന്ത് ചെയ്യാറുണ്ട്, ഓരോ 2 വർഷം കൂടുമ്പോഴും, അതായത് ബൈനിയൽ ആയിട്ട് ഓരോ 2 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ബൈനിയൽ ആയിട്ട് ബാഡ്മിന്റന് വേണ്ടിയിട്ട് ഒരു ടീം ചാമ്പ്യൻഷിപ്പ് കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ ബാഡ്മിന്റന് വേണ്ടി നടത്തുന്ന ഒരു ടീം ചാമ്പ്യൻഷിപ്പ് ആണെന്ന് ഈ ഒരു ഊബർ കപ്പ് എന്ന് പറയുന്നത്. സോ ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ ഓരോ 2 വർഷം കൂടുമ്പോഴും ബാഡ്മിന്റന് വേണ്ടിയിട്ട് ഒരു ടീം ചാമ്പ്യൻഷിപ്പ് എന്ത് ചെയ്യാറുണ്ട്, കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിൽ വനിതകൾക്ക് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന കോമ്പറ്റീഷൻ ആണെന്ന് ഈ ഒരു ഊബർ കപ്പ് എന്ന് പറയുന്നത്. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ ഓരോ 2 വർഷം കൂടുമ്പോഴും വനിതകൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന ബാഡ്മിന്റന്റെ ഒരു ടീം ചാമ്പ്യൻഷിപ്പ് ആണെന്ന് ഊബർ കപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഊബർ കപ്പ് 2026 എന്ന് പറയുന്നത്, സോ ഊബർ കപ്പ് 2026 എന്ന് പറയുന്നത് 31ാമത്തെ ഇത്തവണത്തെ എഡിഷൻ എന്ന് പറയുന്നത് 31ാമത്തെ എഡിഷൻ ആണ്. ഊബർ കപ്പിന്റെ 31st എഡിഷൻ ആണ്. അപ്പൊ ഊബർ കപ്പിന്റെ ഒരു 31st എഡിഷനകത്ത് ടൈറ്റിൽ വിൻ ചെയ്യുന്നത്, അതായത് ഗോൾഡ് വിൻ ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സൗത്ത് കൊറിയ. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്ന പോലെ തന്നെ ആരാണ് ഗോൾഡ് വിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് കൊറിയ ആണ് ചെയ്യുന്നത്, ഇവിടെ ഗോൾഡ് വിൻ ചെയ്യുന്ന. ഇനി ആരാണ് റണ്ണർ അപ്പ്, അതായത് സിൽവർ മെഡൽ ആരാണ് വിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയാണ് ചെയ്യുന്നത്, ഇവിടെ സിൽവർ മെഡൽ വിൻ ചെയ്യുന്നത്. ഇനി ബ്രോൺസ് മെഡൽ, അതായത് 3ാം സ്ഥാനത്തേക്ക് എത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 2 പേരുണ്ട്, 2 കൺട്രീസ് ഉണ്ട്. ഒന്ന് നമ്മുടെ ഇന്ത്യയാണ്, അതുപോലെ തന്നെ മറ്റൊരു കൺട്രി എന്ന് പറയുന്നത് ഡെൻമാർക്കാണ്. സോ മറ്റൊരു കൺട്രി എന്ന് പറയുന്നത് ഹോസ്റ്റ് ആയിട്ടുള്ള ഡെൻമാർക്ക് തന്നെയാണ്. അപ്പോ ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ 2 വർഷം കൂടുമ്പോൾ വനിതകൾക്ക് വേണ്ടി നടത്തുന്ന ബാഡ്മിന്റൺ ടീം ചാമ്പ്യൻഷിപ്പ് ആണ് ഊബർ കപ്പ്. ഇത്തവണത്തെ ഊബർ കപ്പിനകത്ത് ഗോൾഡ് വിൻ ചെയ്യുന്ന സൗത്ത് കൊറിയയാണ്, സിൽവർ വിൻ ചെയ്യുന്ന ചൈനയാണ്, ബ്രോൺസ് വിൻ ചെയ്യുന്നത് ഇന്ത്യയും ഡെൻമാർക്കുമാണ്. അതേപോലെ തന്നെ ഇതേ ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, മെന്നിന് വേണ്ടിയിട്ടും ഒരു കപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ കപ്പിന്റെ പേരാണ് തോമസ് കപ്പ്. അതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കണം. അപ്പൊ ഇതേ ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, മെന്നിന് വേണ്ടിയിട്ട്, പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഒരു ബാഡ്മിന്റന്റെ ടീം ചാമ്പ്യൻഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ടീം ചാമ്പ്യൻഷിപ്പിന്റെ പേരാണത് തോമസ് കപ്പ്. സോ തോമസ് കപ്പ് എന്നുള്ളതാണ് ആ ഒരു ടീം ചാമ്പ്യൻഷിപ്പിന്റെ പേരെന്ന് പറയുന്നത്. സോ ടീം ചാമ്പ്യൻഷിപ്പിന്റെ പേരെന്ന് പറയുന്നതാണ് തോമസ് കപ്പ് എന്നുള്ളതാണ്. തോമസ് കപ്പിന്റെ 34ാമത്തെ എഡിഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഇത്തവണ നടന്നിട്ടുള്ളത്. സോ 34th എഡിഷൻ. സോ 34th എഡിഷൻ ആണ് ഇത്തവണ നടന്നിട്ടുള്ളത്. അപ്പൊ 2026 തോമസ് കപ്പ്, സോ 2026 തോമസ് കപ്പിന്റെ വിന്നേഴ്സിനെ കുറിച്ച് നമുക്ക് ബേസിക്കലി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ 2026 തോമസ് കപ്പ് വിൻ ചെയ്യുന്നത്, അതായത് ഗോൾഡ് മെഡൽ വിൻ ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെക്കൻഡ്, അപ്പൊ 2026 തോമസ് കപ്പിന്റെ ഗോൾഡ് മെഡൽ, സോ തോമസ് കപ്പിന്റെ ഗോൾഡ് മെഡൽ ആരാണ് വിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയാണ് ചെയ്യുന്നത്, ഇവിടെ ഗോൾഡ് മെഡൽ വിൻ ചെയ്യുന്നത്. ദെൻ സിൽവർ ആരാണ് വിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സിൽവർ വിൻ ചെയ്യുന്നത് ഫ്രാൻസ് ആണ്, ഇവിടെ സിൽവർ വിൻ ചെയ്യുന്നത് ഫ്രാൻസ് ആണ്. ഇനി ബ്രോൺസ് ആരാണ് വിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ബ്രോൺസ് ആരാണ് വിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രോൺസ് വിൻ ചെയ്യുന്നത് ജപ്പാൻ, അതുപോലെ തന്നെ ഇന്തോനേഷ്യ, ദെൻ ഇന്ത്യ. സോ ജപ്പാൻ, ഇന്തോനേഷ്യ, ഇന്ത്യ, ഇവർ 3 പേരുമാണ് ചെയ്യുന്നത് ബ്രോൺസ് വിൻ ചെയ്യുന്നത്. സോ ജപ്പാൻ, ഇന്തോനേഷ്യ, ഇന്ത്യ, ഇവർ 3 പേരും കൂടെ ചേർന്നിട്ടാണ് ചെയ്യുന്നത് ബ്രോൺസ് വിൻ ചെയ്യുന്നത്. ഇപ്പൊ തോമസ് കപ്പ് 2026 പറഞ്ഞിരിക്കണം, ഊബർ കപ്പ് 2026 പറഞ്ഞിരിക്കണം. ഇനി എവിടെ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോഴ്സൻസ്, ഡെൻമാർക്കിലെ ഹോഴ്സൻസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഈ 2 കപ്പുകളും കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which football club won the title of the Indian Super League 2025-26 season? So 2025-26 season of Indian Super League, ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2025-26 സീസൺ വിൻ ചെയ്തത് ഇതിൽ ഏത് ഫുട്ബോൾ ക്ലബ്ബാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്, ഓപ്ഷൻ ബി മുംബൈ സിറ്റി FC, ഓപ്ഷൻ സി ഈസ്റ്റ് ബംഗാൾ FC ആൻഡ് ഓപ്ഷൻ ഡി കേരള ബ്ലാസ്റ്റേഴ്സ് FC.
അപ്പൊ ഇതിൽ ഏത് ടീമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2025-26 എഡിഷൻ വിൻ ചെയ്തത് എന്നതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ഈസ്റ്റ് ബംഗാൾ FC. അപ്പൊ ഈസ്റ്റ് ബംഗാൾ FC ആണ് എന്ത് ചെയ്യുന്നത് ഇത്തവണത്തെ ISL 2025-26 സീസൺ എന്ത് ചെയ്യുന്നത് വിൻ ചെയ്യുന്നത്. ഇനി ആരാണ് റണ്ണർ അപ്പ്? സോ ആരാണ് റണ്ണർ അപ്പ് എന്നുള്ളത് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആരാണ് റണ്ണർ അപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർകാശി FC. സോ ഇന്റർകാശി FC ആണ് എന്ത് ചെയ്യുന്നത് ഇത്തവണത്തെ ISL റണ്ണർ അപ്പ് എന്ന് പറയുന്നത്. സോ ഇത്തവണത്തെ ISL റണ്ണർ അപ്പ് എന്ന് പറയുന്നത് ഇന്റർകാശി FC ആണ്. അതുപോലെ തന്നെ മറ്റ് അവാർഡുകളെ കുറിച്ച് എന്ത് ചെയ്യണം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇത്തവണത്തെ ഗോൾഡൻ ബൂട്ട് അവാർഡ്, അതായത് ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തതിന് ഗോൾഡൻ ബൂട്ട് അവാർഡ് വിൻ ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസഫ് അജയ്സാരി. സോ യൂസഫ് അജയ്സാരി ആണ് എന്ത് ചെയ്യുന്നത് ഇത്തവണ ഗോൾഡൻ ബൂട്ട് വിൻ ചെയ്യുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചതിന് ഗോൾഡൻ ബൂട്ട് വിൻ ചെയ്യുന്നത് യൂസഫ് അജയ്സാരിയാണ്. ഇനി ഏറ്റവും മികച്ച പ്ലെയർക്കുള്ള ഗോൾഡൻ ബോൾ അവാർഡ്, ഏറ്റവും മികച്ച പ്ലെയർക്കുള്ള ഗോൾഡൻ ബോൾ അവാർഡ് വിൻ ചെയ്യുന്നത് മിഗ്വേൽ ഫിഗ്വേരയാണ്. സോ മിഗ്വേൽ ഫിഗ്വേരയാണ് എന്ത് ചെയ്യുന്നത് ഗോൾഡൻ ബോൾ അവാർഡ് വിൻ ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ അവാർഡ് വിൻ ചെയ്യുന്ന ആരാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ അവാർഡ് വിൻ ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഋത്തിക് തിവാരി. സോ ഋത്തിക് തിവാരിയാണ് ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ അവാർഡ് എന്ത് ചെയ്യുന്നത് വിൻ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ISL ആയിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യസ് ഫസ്റ്റ് റിവറൈൻ ലൈറ്റ് ഹൗസ് വിൽ ബി ബിൽഡ് ഓൺ വിച്ച് റിവർ? ഏത് നദിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റിവറൈൻ ലൈറ്റ് ഹൗസ് ബിൽഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് റിവേഴ്സിൽ നദികളിൽ ലൈറ്റ് ഹൗസ് സ്ഥാപിക്കുന്നത് ഇത് ഇന്ത്യയിലെ ഏത് നദിയിലായിരിക്കും ആദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഗംഗാ റിവർ, ഓപ്ഷൻ ബി യമുന റിവർ, ഓപ്ഷൻ സി ബ്രഹ്മപുത്ര റിവർ ആൻഡ് ഓപ്ഷൻ ഡി കാവേരി റിവർ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ബ്രഹ്മപുത്ര റിവർ. സോ ഓപ്ഷൻ സി ബ്രഹ്മപുത്ര റിവർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് സീയിൽ ട്രാവൽ ചെയ്യുന്ന ഷിപ്പുകൾ, കടലിൽ ട്രാവൽ ചെയ്യുന്ന ഷിപ്പുകൾക്ക് വഴി കാണിക്കുന്നതിന് വേണ്ടിയിട്ട്, രാത്രിയിൽ വഴി കാണിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട് നമുക്ക് ലൈറ്റ് ഹൗസസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട് ഇന്ത്യയിലുള്ള നദികളിലും ഇന്ത്യയിലുള്ള മേജർ റിവേഴ്സിൽ എന്തുണ്ട് ഇൻലാൻഡ് വാട്ടർവേസ് ഉണ്ട്. അതായത് നദികളിൽ കൂടിയുള്ള നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉണ്ട്. അപ്പൊ അങ്ങനെ രാത്രി കാലങ്ങളിൽ നദികളിൽ കൂടി പോകുന്ന വെസൽസിന്, അതായത് നദികളിൽ കൂടി പോകുന്ന ഷിപ്സിന് വഴി കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈറ്റ് ഹൗസ്, റിവേഴ്സിൽ സ്ഥാപിക്കുന്ന ആദ്യത്തെ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര റിവറിലായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ബ്രഹ്മപുത്ര റിവറിൽ മൊത്തം 4 ലൈറ്റ് ഹൗസസ് ആണ് എന്ത് ചെയ്യാൻ പോകുന്നത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ മൊത്തം 4 ലൈറ്റ് ഹൗസസ് ആണ് ഈ ബ്രഹ്മപുത്ര റിവറിൽ എന്ത് ചെയ്യാൻ പോകുന്നത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. Next question, which film has become the only Indian film to be shortlisted for the Best International Feature Film category at the 2026 Oscars? So 2026 ഓസ്കാറിൽ ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം കാറ്റഗറിയിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഏക ഇന്ത്യൻ ഫിലിം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഹോംബോണ്ട്, ഓപ്ഷൻ ബി ലാപ്പത ലേഡീസ്, ഓപ്ഷൻ സി ഓൾ മീ ഇമാജിൻ ആസ് ലൈഫ് ആൻഡ് ഓപ്ഷൻ ഡി അനൂജ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഹോംബോണ്ട് ആണ്. സോ 2026 ഓസ്കാറിൽ ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം കാറ്റഗറിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട, ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട, ചുരുക്കപ്പട്ടികയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ ഫിലിം എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് ഹോംബോണ്ട്. ഇനി ഹോംബോണ്ടിന്റെ ഡയറക്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നീരജ് ഗെയ്വാൻ. സോ നീരജ് ഗെയ്വാൻ ആണ് ഈ ഒരു ഹോംബോണ്ടിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത്. ഇനി ലാപ്പത ലേഡീസിനെ കുറിച്ച് വരുമ്പോൾ 2025 ഓസ്കാറിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് സബ്മിറ്റ് ചെയ്യപ്പെട്ട ഫിലിമാണ് ലാപ്പത ലേഡീസ്. പക്ഷെ അത് ഷോർട്ട് ലിസ്റ്റിലേക്ക് പോയിട്ടില്ല. അപ്പൊ 2026 ഓസ്കാറിൽ, സോ 2026 ഓസ്കാറിന്റെ ചുരുക്കപ്പട്ടികയിലേക്ക്, ഷോർട്ട് ലിസ്റ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം കാറ്റഗറിയിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഏക ഇന്ത്യൻ ഫിലിം എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് ഹോംബോണ്ട്. ആരാണ് ഇത് ഡയറക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീരജ് ഗെയ്വാൻ ആണ് ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കഷന് വേണ്ടിയിട്ട് ടേക്കപ്പ് ചെയ്തിരുന്നത്. ബിക്കോസ് നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷെ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ടൈം ഡ്യൂറേഷൻ ഒരുപാട് കൂടിപ്പോകും. അപ്പൊ നമുക്ക് ടൈം ഡ്യൂറേഷൻ ഒരുപാട് കൂടിയാലും നിങ്ങൾക്ക് കാണാനായിട്ട് അത് പാടാണ്. അപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് ഈ ഒരു സെഷൻ എന്ത് ചെയ്യാണ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെയായിട്ട് കമന്റ് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ നാളെ അടുത്തൊരു ഷിഫ്റ്റ്, അതായത് RRB ഗ്രൂപ്പ് ഡി എക്സാമിന്റെ 2ാമത്തെ ഫേസ് നാളെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നാളത്തെ ഷിഫ്റ്റും കൂടി അനലൈസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നാളെയും മറ്റന്നാളുള്ള ഷിഫ്റ്റ് അനലൈസ് ചെയ്തതിനു ശേഷം വീണ്ടും നമുക്കൊരു വീഡിയോ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും
പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം, അതായത് കൂടുതൽ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് കൂടുതൽ കറണ്ട് അഫയേഴ്സ് വീഡിയോ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ബേസ്ഡ് ഓൺ ദി ഷിഫ്റ്റ് അനാലിസിസ്. അപ്പൊ തൽക്കാലത്തേക്ക് നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.